യേശുനാമത്തിന് മഹത്വം നൽകുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു എന്ന്. 4 തലങ്ങളിലൂടെ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ഒന്നാമതായി, മിശിഹായെക്കുറിച്ചുള്ള ഒരു ചോദ്യം. ക്രിസ്തുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ? മിശിഹായുടെ ഐഡൻറ്റിറ്റി അഥവാ വ്യക്തിത്വം ദാവീദിൻ്റെ പുത്രൻ എന്ന ഈ തലക്കെട്ട്, അതിനോട് യേശു പ്രത്യുത്തരിക്കുന്നത് ഇപ്രകാരമാണ്. യേശു ചോദിക്കുന്ന ചോദ്യം യഹൂദന്മാരുടെ പൊതുവായ പ്രബോധനവുമായി ബന്ധപ്പെട്ടതാണ്. മിശിഹ ദാവീദിൻ്റെ സന്തതി ആകുമെന്ന് യഹൂദന്മാർ പഠിപ്പിച്ചു. ഇത് സത്യവും തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. എന്നാൽ യേശു ദാവീദിൻ്റെ പുത്രനേക്കാൾ വളരെ ഉന്നതമാണെന്ന് പരിഗണിക്കാൻ യേശു അവരെ പഠിപ്പിക്കുകയാണ് അഥവാ പ്രേരിപ്പിക്കുകയാണ്. 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 13 വരെയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ഉം 2-ഉം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33 15 മുതൽ 17 വരെയും ഇതിന് ഉപോദ്ബലകമായി നിൽക്കുന്ന വചനഭാഗങ്ങളാണ്. മിശിഹായുടെ പ്രവർത്തനം ഒരു ദേശീയ വിമോചകൻ എന്ന തലത്തിൽ നിന്നുകൊണ്ട് മാത്രം അവർ കണ്ടിരുന്നു. ഒരുപക്ഷെ മിശിഹായുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം അപൂർണമായിരിക്കുന്നത് പോലെ അവൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണവും അപൂർണം തന്നെയായിരുന്നു. ഇസ്രായേലിൻ്റെ വിമോചകൻ എന്ന നിലയിൽ യേശുവിനെക്കുറിച്ചുള്ള അവരുടെ ഇടുങ്ങിയ ഗ്രാഹ്യം അവൻ നിറവേറ്റാൻ ദൈവം അയച്ചതെല്ലാം തിരിച്ചറിയുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. രണ്ടാമതായി, തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ഒരു ചോദ്യം. സങ്കീർത്തനം 110 ഇതിന് ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നുണ്ടോ? പ്രചോദനത്തെക്കുറിച്ചുള്ള ഒരു വാക്ക്. സങ്കീർത്തനം 110 പരാമർശിക്കുമ്പോൾ യേശു 2 കാര്യങ്ങൾ പറയുന്നു. ഇത് എഴുതിയത് ദാവീദാണെന്നും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായിരുന്നുവെന്നും യേശു പഴയ നിയമ തിരുവെഴുത്തുകളെ മനുഷ്യരുടെ വാക്കുകളേക്കാൾ കൂടുതലായി കണ്ടു എന്നതിന് ഇത് നമുക്ക് തെളിവാണ്. തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ വാക്കുകളും ചിന്തകളുമാണ്. സങ്കീർത്തനം നാം മനസ്സിലാക്കുമ്പോൾ ദാവീദിൻ്റെ ഈ സങ്കീർത്തനം പ്രവചനാത്മകമാണ്. തൻ്റെ വംശത്തിലൂടെ വരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചാണ് ദാവീദ് എഴുതുന്നത്. ഈ രാജാവിൻ്റെ അധികാരവും വിജയവും വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണിത്. ഇസ്രായേൽ ജനതയ്ക്ക് നന്നായി അറിയാമായിരുന്ന ഒരു സങ്കീർത്തനമാണിത്. കർത്താവും കർത്താവും എന്ന 1-ാം വാക്യത്തിൽ ഭാവി രാജാവിനോടുള്ള ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനം ദാവീദ് രേഖപ്പെടുത്തുന്നു. ഈ പ്രഖ്യാപനത്തിൽ ദൈവം രാജാവിൻ്റെ ഭാവി ഉയർച്ചയെയും ഭരണത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ദൈവജനം ആഘോഷിക്കുന്ന വാഗ്ദാനങ്ങളാണിവ. അവരുടെ വരാനിരിക്കുന്ന രാജാവ് വലിയവനും ശക്തനും ആയിരിക്കും. മൂന്നാമതായി, ക്രിസ്തുവിന് എങ്ങനെ ദാവീദിൻ്റെ പുത്രനും കർത്താവും ആകുവാൻ കഴിയും? ഒരു സാംസ്കാരിക പരിഗണന നമ്മൾ 1-ാം നൂറ്റാണ്ടിലെ യഹൂദരല്ലാത്തതിനാൽ യേശു ഉന്നയിക്കുന്ന ആശയം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല. എന്നിരുന്നാലും ദേവാലയ നീതിപീഠത്തിൽ ഒത്തുകൂടിയവർക്ക് ഈ ചോദ്യം പ്രത്യക്ഷമായ വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നു. ഈ സംസാരത്തിൽ ഒരു പിതാവ് ഒരിക്കലും തൻ്റെ മകനെ ശ്രേഷ്ഠത എന്ന തലക്കെട്ടോടുകൂടി പരാമർശിക്കില്ല. എന്തുകൊണ്ടാണ് ദാവീദ് തൻ്റെ സന്തതിയെ കർത്താവ് എന്ന് വിളിക്കുന്നത്? യേശു ഉന്നയിക്കുന്ന സൂചന ക്രിസ്തു നിങ്ങൾക്ക് അറിയാവുന്നതിലും വലിയവനാണെന്ന് ഒറ്റ നോട്ടത്തിൽ യേശു ചൂണ്ടിക്കാണിക്കുകയാണ്. മിശിഹായ്ക്ക് ദാവീദിൻ്റെ പുത്രനും ദാവീദിൻ്റെ കർത്താവും ആകാൻ കഴിയില്ലെന്ന് ഇത് തീർച്ചയായും സാംസ്കാരിക അനുമാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു. എന്നാൽ മിശിഹ തങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയവനാണെന്ന് പരിഗണിക്കാൻ യേശു അവരെ പ്രേരിപ്പിക്കുന്നു.
അവർ ഒരു ദേശീയ നായകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം ലോകത്തിനായി ഒരു രക്ഷകനെ അയച്ചു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 32 മുതൽ 36 വരെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെ ഇതിന് ഉപോദ്ബലകമാണ്. 4-മതായി, അനുകമ്പയും സുവിശേഷവും നിറഞ്ഞ ഒരു ചോദ്യം. ഈ ജനക്കൂട്ടം യേശുവിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ആളുകളാണ്. എന്നിട്ടും അവന് അവസരം ലഭിക്കുമ്പോൾ അവൻ അവരെ സത്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. മിശിഹ തങ്ങൾ മനസ്സിലാക്കുന്നതിലും വലിയവനാണെന്നും അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ നിറവേറ്റുമെന്നും അവർ അറിയണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. യേശു എല്ലാവരുടെയും കർത്താവാണ് എന്ന് പരിഗണിക്കേണ്ട സത്യമാണ് കർത്താവ് അവിടെ വിവക്ഷിക്കുന്നത്. ചില ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുമെങ്കിൽ അതിപ്രകാരമാണ്. 1. യേശു കർത്താവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ നാളിലെ മത നേതാക്കന്മാർ യേശുവിനെ കണ്ടെങ്കിലും അവർ അവനെ ശരിക്കും തിരിച്ചറിഞ്ഞില്ല. യേശു വന്നു, അവൻ കർത്താവാണ്, അവനിൽ ആശ്രയിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായം 9-13. 2-മതായി, കർത്താവിനെ പോലെയാണോ നിങ്ങൾ യേശുനാഥനെ കാണുകയും ക്രിസ്തു ജീവിതം ജീവിക്കുകയും ചെയ്യുന്നത്? യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്നത് അവൻ്റെ കർത്താവിനെ അംഗീകരിക്കുന്ന ഒരു ജീവിതവുമായി നാം ചേർന്ന് ഇരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ നാഥനെ പോലെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് എപ്രകാരമാണ് ജീവിക്കുന്നത്? യേശു ഇന്നും എന്നേക്കും കർത്താവാണെന്ന് തിരിച്ചറിയുന്നത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നമുക്ക് നൽകണം. കൊളോസ്യ ലേഖനം 3:1 മുതൽ 4 വരെ. നിങ്ങൾ യേശുവിനെ കർത്താവായി പ്രഖ്യാപിക്കുന്നുണ്ടോ? അവസാനത്തെ ചോദ്യം ഇതാണ്. യേശു കർത്താവാണെന്ന് നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ കർത്താവ് പ്രഘോഷിക്കുന്നതിനും അവനെ ശരിയായി കാണുന്നതിനും വിശ്വസിക്കുന്നതിനും മറ്റുള്ളവരെ വിളിക്കുന്നതിനും നാം വിശ്വസ്തരായിരിക്കണം. യേശുവിലൂടെ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ. പ്രിയരെ, യേശുനാഥനെ നമ്മുടെ കർത്താവായി നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവാകുവാൻ അവനെ നാം അനുവദിക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.